നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോളി അടിമത്ര. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 4-5 സുഹൃത്തുക്കൾ ഒരു പ്രത്യേക ഒത്തുകൂടലിനെത്തി. ഞങ്ങൾക്കിടയിലേക്ക് അന്നാട്ടുകാരനായ ഒരു മനുഷ്യൻ വന്നു ചേർന്നു. അയാളുമായി സംസാരിച്ച് തുടങ്ങിയതേയുള്ളൂ ഞങ്ങൾ. സമയം വൈകുന്നേരം 6 മണിയായി. AC റൂമിന്റെ കണ്ണാടി ജാലകത്തിനപ്പുറം വെളിയിൽ കറുത്തിരുണ്ട അന്തരീക്ഷം. മുറിയിലെ പാൽ വെളിച്ചത്തിൽ ഇരുളും തുലാമഴയും തകർക്കുന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പെട്ടെന്ന് അയാളുടെ ഫോൺ റിങ് ചെയ്തു. ക്ഷമ പറഞ്ഞുകൊണ്ട് താൻ ഫോൺ എടുത്തു. മറുതലയ്ക്കലെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ വരാൻ ലേശം വൈകും, മക്കള് പേടിക്കേണ്ട, വാതിലടച്ച് കുറ്റിയിട്ടേക്കണേ, ആര് വിളിച്ചാലും തുറക്കരുത്, ഇപ്പൊ കറണ്ട് വരും, അച്ഛൻ കഴിവതും വേഗം വരാം കേട്ടോ. ഫോൺ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ നിന്ന് മോളാണ്, നല്ല മിന്നലും ഇടിയുമുണ്ട്, അവൾക്ക് പേടിയാണെന്ന്. ഭാര്യ വീട്ടിലില്ലേ? അയാളുടെ സ്വകാര്യതയാണെന്ന് അറിയാമെങ്കിലും എന്റെ കൂട്ടുകാരിക്ക് അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കാനായില്ല. ജാള്യതയും സങ്കടവും കൂടിക്കലർന്ന ചിരി അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞു. ശബ്ദം താഴ്ത്തി ലജ്ജയോടെ അയാൾ പറഞ്ഞു, ഭാര്യ അവളുടെ വീട്ടിലാണ്, പിണങ്ങിപ്പോയതാണ്, 4-5 മാസമായി. കേട്ടത് ഞങ്ങൾക്കും വിഷമമായി. ഞാൻ അപ്പോൾ കണ്ടു, ഗ്രാമത്തിലെ വിജനതയിൽ ഒറ്റപ്പെട്ട ഒരു കൊച്ചു വീട്, കണ്ണഞ്ചിക്കുന്ന മിന്നലും ചെവി പൊട്ടിക്കുന്ന ഇടിയും കനത്ത മഴയും. കരണ്ട് പോയ വീട്ടിലെ ഇരുണ്ട മുറിയിൽ 14-ഉം 9-ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ ഭയചകിതരായി കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അനാവശ്യമാണെന്നറിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പലതരം വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ, ഇത്തിരി വിട്ടുവീഴ്ച കാണിക്കണം, മകളെ ഓർത്തെങ്കിലും. മക്കൾക്കായി ഭാര്യയോട് ഒന്ന് തോറ്റുകൊടുക്കുക, നാണക്കേടൊന്നും വിചാരിക്കണ്ട, മകൾ വളരുകയാണ്, അവരെ തിരിച്ചു വിളിക്കണം. അയാൾ വെറുതെ ചിരിച്ചു. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം പറഞ്ഞത് ശരിയാ, പിള്ളാരെ ഓർക്കുമ്പോൾ ഒരു വിങ്ങല. പിറ്റേന്ന് രാവിലെ വീണ്ടും ഞങ്ങൾക്ക് ഒത്തുകൂടണമായിരുന്നു. അയാൾ അന്ന് ഏറെ പ്രസന്നനായിരുന്നു. റൂമിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, മാഡം, ഒരത്ഭുതം സംഭവിച്ചു. ഇന്നലെ രാത്രി ഞാൻ ചെന്ന് മക്കളെ വിളിക്കുമ്പോൾ വാതിൽ തുറന്നു തന്നത് അവളായിരുന്നു. നീ എപ്പം വന്നു? ഞാൻ ചോദിച്ചു. മഴയും ഇടിയും പേടിച്ചു പോയ കുഞ്ഞുങ്ങൾ എന്നെ ഫോൺ ചെയ്തു. നിങ്ങൾ വീട്ടിലെത്തിയില്ലെന്ന് കേട്ടതോടെ മക്കളെ ഓർത്ത് എനിക്ക് വിഷമമായി. വൈകിയാൽ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യുമെന്ന് ഓർത്തു. ഓട്ടോ വിളിച്ച് ഞാൻ ഇങ്ങു പോന്നു, അവൾ പറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ അയാൾ ഇത് പറഞ്ഞു നിർത്തി. ഭാര്യ വീട് അകലെയല്ലാത്തതിനാൽ മക്കൾക്കരികിലേക്ക് ഇടിയും മഴയും ഒന്നും വകവെക്കാതെ അവർ പാഞ്ഞു വന്നു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി, സ്നേഹവും. ആരും വിളിക്കാതെ തിരിച്ചു വന്ന ആ സ്ത്രീയോട് മാത്രമല്ല, ആ തുലാമഴയോടും കനത്ത ഇടിയോടും ഇലക്ട്രിസിറ്റി ബോർഡിനോടും. പ്രിയരെ, പിണങ്ങാൻ ചെറിയൊരു ഈഗോ മതി, ഇണങ്ങാൻ ഒരു മഴയും കൊള്ളിയാനും ധാരാളം. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും വഴക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ആണയിടുന്നവർ ഭൂലോക കള്ളന്മാരും കള്ളികളുമാണ്. അഥവാ അങ്ങനെയുണ്ടെങ്കിൽ അവരിൽ ഒരാൾ എന്നും തോറ്റുകൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആളാവണം. ആ പഴയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഓർത്ത് പിൽക്കാലത്ത് ജീവിതത്തിന് പദം വന്നപ്പോൾ ചിരിക്കാത്തവർ നമ്മളിൽ എത്ര പേരുണ്ട്. അന്നത്തെ ഹിമാലയ പ്രശ്നങ്ങൾ എന്തൊരു ബാലിശമായിരുന്നെന്ന് ഇപ്പോൾ തോന്നുകയും ചെയ്യും. പക്ഷേ ചെറുപിണക്കം വൈകാതെ പറഞ്ഞു തീർത്തില്ലെങ്കിൽ അകൽച്ചയുടെ വിടവ് വല്ലാതെ കൂടും. പിന്നെ മറ്റേയാൾ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നും. ഇതിനിടയിൽ നരകിക്കുന്നത് ആരാണ്? മക്കളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളാണ്. ആ നരകകാലം കുഞ്ഞു മനസ്സിൽ ഏൽപ്പിക്കുന്നത് കനത്ത മുറിവാണ്. വയസ്സാകുമ്പോൾ മകൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും മകൻ വഴിയിലിറക്കി വിട്ടെന്നും ഒക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ അവരുടെ ബാല്യകാലത്ത് മക്കളുടെ സുരക്ഷിതത്വം ഓർത്ത് അച്ഛനമ്മമാർ പരസ്പരം ഇത്തിരി വിട്ടുകൊടുക്കണേ. ക്ഷമിക്കാൻ വയ്യാത്ത ചതിവിന്റെയും വഞ്ചനയുടെയും തെറ്റുകളുടെയും മർദ്ദന മുറകളുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ പൊട്ടിത്തെറികളെ പറ്റിയാണ് കേട്ടോ. എല്ലാവരുടെയും വീടുകളിൽ ആനന്ദം ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹ വീട്ടിൽ വളരട്ടെ.
ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കാണാം.